എളുപ്പത്തിൽ എങ്ങനെയാണ് കുഴിമന്തി ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതായത് പാൻ അടുപ്പത്തിൽ വെച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒഴിച്ചേച്ച് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ക്യാരറ്റ് ചീകിയെടുത്തതും കിഴങ്ങ് അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് പേസ്റ്റാക്കിയതും ശകലം മല്ലിയിലയും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മളിത് ചിക്കൻ അരച്ച് പുരട്ടി വെച്ചതാണ്. ചിക്കൻ മുളക് പൊടി മസാല മഞ്ഞളും ചേർത്ത ചിക്കനാണ് അരച്ച് പുരട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഒരു തക്കാളി അരച്ച് വെച്ച പേസ്റ്റാണ്, അത് നമ്മൾ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കത് അടച്ചു വെക്കാം. നമുക്ക് ബിരിയാണി അരി ഞാൻ 2 ഗ്ലാസ് പുതുക്കാൻ വെച്ചിരിക്കുന്നത് 15 മിനിറ്റ്. അത് കഴുകി വാരി നമ്മൾ ഇതിലേക്ക് ചേർക്കാം. അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ജീരകം എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കുഴിമന്തി വെന്തിട്ടുണ്ട്. നമുക്കതിനകത്ത് ശകലം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ അതിനകത്ത് ശകലം വിതറിയിടാം. കുറച്ച് നെയ്യും ഒഴിക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് ഡെക്കറേറ്റ് ചെയ്തിടാം. ക്യാരറ്റും മല്ലിയിലയും അടച്ചു വെച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നമ്മുടെ രുചികരമായ കുഴിമന്തി തയ്യാർ.